നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എടി ഇപ്പൊ സന്തോഷായില്ലേ നിനക്ക്? കണ്ടില്ലേ, ഞാനിനി എന്ത് ചെയ്യുന്ന ചോദിച്ചപ്പോ തന്നെ ദൈവം എനിക്കതിനൊരു ഉത്തരം തന്നത്. ഏതാനും നിമിഷം മുമ്പ് വരെ ഇരുട്ടി മുങ്ങി കിടക്കുമായിരുന്നു എന്റെ ജീവിതം. ഇപ്പൊ ഇവള് ഒറ്റ ഒരാൾ കാരണം എന്റെ ജീവിതത്തിൽ പ്രകാശം വന്നത് കണ്ടില്ല. അതേടി, ദേവി നമ്മളെ കൈവിട്ടില്ല. അതെ അമ്മ, ഇവളൊരാൾ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതോടെ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ അവസാനിച്ചു. ശ്യാമയ്ക്കും രോഹിത്തിനും ഒരു കുഞ്ഞായി, അതുപോലെ എനിക്കും വിഷ്ണുവേട്ടനും കുഞ്ഞായി. ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞെന്ന് പറഞ്ഞല്ലേ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട്. അന്ന് ഞാൻ പറഞ്ഞ കള്ളം അറിവില്ലായ്മയായിരുന്നു ഇപ്പൊ തെളിഞ്ഞില്ലേ? അന്ന് ഞാൻ കള്ളം പറയുമ്പോഴും എന്റെ വയറ്റില് കുഞ്ഞുണ്ടായിരുന്നല്ലേ? ഒരാളല്ല, ഇരട്ടകള്. അവര് രണ്ടാളും കൂടി എന്റെയും ശ്യാമയുടെയും സത്യമ്മയുടെയും എല്ലാവരുടെയും ജീവിതം രക്ഷിച്ചില്ലേ? എത്ര കുടുംബങ്ങളാ അവര് വിളക്കി ചേർത്തത്. ശരിക്കും ശരിക്കും ഭാഗ്യ നക്ഷത്രങ്ങളാമ്മ എന്റെ കുഞ്ഞുങ്ങള്. മോളെ, അമ്മ ഇക്കാര്യം സത്യമ്മയോട് പോയി പറയട്ടെ ഇപ്പൊ തന്നെ. പറഞ്ഞിട്ട് വരേ. അമ്മ എന്താടി? ഇപ്പോ ഇതേ ഹോസ്പിറ്റലില് ഇതേ സമയത്ത് ഞാൻ പ്രസവിച്ചെന്ന് പറഞ്ഞ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നും അമ്മ? ശ്യാമയുടെ കാര്യത്തില് പല സംശയങ്ങളും ഉണ്ടായെന്നിരിക്കും. പോരെങ്കിൽ സുസ്മിതയില്ലേ കൂടെ? അതെ, ഇനി പറയാൻ വൈകിക്കണോ മോളെ? വൈകിക്കണ്ടെന്നല്ല, ഇപ്പൊ വേണ്ടെന്നേ പറഞ്ഞുള്ളൂ. ഇപ്പൊ നമ്മളായിട്ട് എന്തിനാ ശ്യാമയെ കുഴപ്പത്തിലാക്കുന്നത്? ഇപ്പൊ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. എപ്പോ ഗർഭിണിയായി, അതെപ്പോ തിരിച്ചറിഞ്ഞു, പിന്നെ അതെന്തുകൊണ്ട് പറഞ്ഞില്ല, എപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, അപ്പോഴും പറയാതിരുന്നതിന്റെ കാരണം എന്താ? തൊട്ടടുത്തിരുന്ന റൂമിലായിരുന്നിട്ടും ശാരദാമ്മ എന്താ ഒരു വാക്ക് പറയാതിരുന്ന? അങ്ങനെ അങ്ങനെ 100 ചോദ്യങ്ങള്. ശാരദാമ്മേ, എന്താ ഇവിടെ? നിങ്ങളോട് ചോദിച്ചത്. കണ്ടില്ലേ എന്റെ മുഖം കുനിച്ച് നിൽക്കുന്നത്? ഉറപ്പായിട്ടും ഇതിലെന്തോ കള്ളത്തരമുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.